മഹറമല്ലാത്ത ഒരാൾക്ക് നീ എന്തിനാണ് നിന്റെ മുഖം കാണിക്കുന്നത്? പ്രോപ്പറായിട്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്. അവരെ കാത്തിരിക്കുന്ന വല്ലാത്ത ദുരന്തങ്ങളുണ്ട്. ഒന്നാമത്തെ ദുരന്തം എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുക. അള്ളാഹ് പറയുകയാണ്, നീ നിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത്, അത് നീ മറച്ചു വെക്കണം. അത് കാണാൻ അനുവദിച്ചിട്ടുള്ള ചില ആൾക്കാരുണ്ട്, അവരെ കാണിക്കാവൂ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കൽപ്പന പാടെ ധിക്കരിക്കാം, അതേ നിരസിക്കാം. ചില ലൈക്സിനും കമന്റ്സിനും വേണ്ടിയിട്ട് നിന്റെ റഹ്മാനായ റബ്ബിന്റെ കൽപ്പന നീ ആദ്യം ധിക്കരിച്ചു. രണ്ടാമതായിട്ട് കാത്തിരിക്കുന്ന ദുരന്തം എന്താണെന്നറിയോ? നീ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നേരത്ത് അത് ക്യാപ്ചർ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തും സേവ് ചെയ്തും ഒക്കെ പല തിന്മകൾക്ക് വേണ്ടി നിന്റെ പിക്ചേഴ്സ് ഉപയോഗപ്പെടുത്തുന്ന പല ആളുകളുണ്ട്. അത്തരക്കാർക്ക് ആ തിന്മകൾ ചെയ്യാനായിട്ട് നീ ഒരു കാരണക്കാരിയായി. ഒരാളുടെ ഹൃദയത്തിലേക്ക് ചെറിയൊരു രോഗം ഉണ്ടാക്കാനായിട്ട് നിന്റെ പിക്ചർ കാരണമായിട്ടുണ്ടെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാണ്. നീ എങ്ങനെ ആ ഒരു പിക്ചർ പോസ്റ്റ് ചെയ്ത് മരണപ്പെട്ടു പോകുമ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. തൗബ ചെയ്യാണ്ടാണ് നീ പോകുന്നതെങ്കിൽ എന്നൊക്കെ ആ സോഷ്യൽ മീഡിയയിൽ ആ പിക്ചർ നിലനിൽക്കുന്നു, അത്രയും കാലം ആ പാപത്തിനുള്ള ശിക്ഷ നീ അനുഭവിച്ചു കൊണ്ടേയിരിക്കും ആ ഖബറിൽ. ശേഷം മഹ്ശറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളുടെ സൗന്ദര്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും നമ്മുടെ പിക്ചേഴ്സ് ഒക്കെ മാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ജീവിക്കാം.